കേട്ടോ ഫ്രണ്ട്സ്, നമ്മൾ ഈ ബോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 വർഷമായി അവൻ്റെ പ്രായമായി. ഇതങ്ങനത്താണ്, പോകത്തില്ല. ഇപ്പോൾ ഇവിടെ കടിച്ചു കേട്ടോ, കടിച്ച് എടുക്കുന്നവൻ 5 വർഷമായതാണ്. വേറെ ഉള്ളതെല്ലാം പ്ലാസ്റ്റിക്കാണ്, അതെല്ലാം പോവും. അപ്പം ഞങ്ങളുടെ ഈ ഒരു മെറ്റീരിയൽ നോക്കി നടന്നിട്ട് കിട്ടുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ മോക്ക് കിട്ടി, പക്ഷെ ഇത്രയും വലുത് കിട്ടുന്നില്ല, ചെറുതാണ് കിട്ടിയത്. അപ്പം ഞങ്ങൾ ഓൺലൈനിൽ വരുത്തി ഇതേ മെറ്റീരിയലേ. അപ്പോൾ അവനൊന്ന് കൊടുത്തു നോക്കാം, അവൻ എങ്ങനെയാണ് നോക്കട്ടെ. പുതിയ ബോൺ കിട്ടിയപ്പോൾ കൊച്ചിൻ്റെ സന്തോഷം എന്തെന്ന് നോക്കട്ടെ. ഇതെന്താണ് പൊന്നു? ഇത് വളരെ ചെറുതല്ല കേട്ടോ, ഇത്തിരി വലുതാണ്. ഞാൻ മേടിച്ചുകൊണ്ട് വന്ന ഒരു റബ്ബർ ടൈപ്പാണ്, അത് പെട്ടെന്ന് ഇത് മോള് ഓൺലൈനിൽ വരുത്തിയത്. അപ്പോൾ ഇതേ മെറ്റീരിയലാണ് കേട്ടോ, ഇതേപോലെയാണ്. ഇത് പെട്ടെന്ന്, ഇത് 5 കൊല്ലമായിട്ട് പോകാത്തതാണ് കേട്ടോ ഈ വലുത്. ഇപ്പോഴാണ് അവൻ ഇത് കടിച്ചെടുക്കുന്നത്. അപ്പോൾ കണ്ടോ, അപ്പോൾ അവന് റെഡ് കളറാണ് ഇഷ്ടം. അപ്പോൾ നമ്മളൊന്ന് വരുത്തി, ഇത് കണ്ടോ. അതിന് തരാം അവിടെ ഇരിക്കെ നല്ല കുട്ടിയായിട്ട് ഇരിക്കെ, തരാം നല്ല കുട്ടിയാണ്. നല്ല കുട്ടിയായിട്ട് അമ്മിക്കൊരു ഒരു 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 ഹായ് ഒക്കെ കൊടുക്കുക, ഒരു ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതമൊക്കെ കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, വേറൊരു കാര്യം എന്ന് പറഞ്ഞാലേ, ഈ നെയിൽ ഞാൻ കട്ട് ചെയ്തു കേട്ടോ. ഈ നെയിൽ കട്ട് ചെയ്യാൻ നേരത്തെ അവൻ എന്ത് ചെയ്തെന്നറിയാമോ, എണീറ്റ് പോയി. അപ്പോൾ ഇത് ഇനി കട്ട് ചെയ്യണം വേറൊരു ദിവസം. ഇത് നല്ലോണം ഉറങ്ങുന്ന ടൈമിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തേ. ഇത് കണ്ടോ, കട്ട് ചെയ്ത് കൊടുത്തേ കേട്ടോ. ഇത് കട്ട് ചെയ്ത് കൊടുത്തേ, ഇച്ചിരിയും കൂടെ ഉണ്ട്, അതും കൂടെ കട്ട് ചെയ്യണം. ഞാൻ നെയിൽ കട്ട് ചെയ്തു. ഇത് നല്ല അവന് ഡീപ്പായിട്ട് ഉറങ്ങുമ്പോഴവന് പേടിയാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യണം, അത് പിന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചേച്ചി എനിക്കിന്ന് ഓൺലൈനിൽ, ഇനി പിന്നെ ബെഡ് ഞങ്ങൾ ഓൺലൈനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇത് ആരുടെയാണ്? ഇത് സ്കൂബ് മോൻ്റെയാണോ? തരാം. അവിടെ ഇരുന്നേ, മാമ പൊട്ടിക്കട്ടെ. അവിടെ ഇരിക്കെ. പൊട്ടിക്കട്ടെ, തരാം കേട്ടാ, പൊട്ടിക്കട്ടെ. പൊട്ടിച്ചു. കണ്ട, ഇത് 5 കൊല്ലമായ സാധനം. ഇത് പോവാതെ ഇരുന്ന് കേട്ടോ. ഇത് അങ്ങനത്തെ റബ്ബറല്ല, പക്ഷേ അതൊരു നല്ല. പക്ഷേ ഇപ്പോൾ അവൻ ഇത് കടിച്ചെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇതുപോലത്തെ എല്ലാം റബ്ബറൊക്കെ കിട്ടുന്ന, അതൊക്കെ അവൻ്റെ ഒരു കടിക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മേടിച്ചോണ്ട്, അതും വളരെ ചെറുത്, ചിലപ്പോൾ തൊണ്ടയിലേക്കൊക്കെ പോവാം. പക്ഷെ എന്നാലും അവന് ഈ പഴയത് കളയാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഇന്നലെ ചേച്ചി ഇത് കണ്ടോ ചെയ്തതാണേ. ഇച്ചിരി വലുതാണ്, ഏറ്റവും വലുത് കിട്ടുന്നില്ല. ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, ഇതുപോലത്തെ അന്വേഷിക്കുന്നുണ്ട്. അത് ഓൺലൈനിൽ വരുത്തിയതാണേ. ഇനിയിപ്പോൾ അവൻ്റെ ബെഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബെഡ് നമ്മൾ അത് ഔട്ടായിട്ടില്ല, ആവുമ്പോൾ അവർ തരും. നമ്മൾ നേരത്തെ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോട്ടിഫിക്കേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് മോൻ ഭയങ്കര സന്തോഷത്തിലാണ്. വേണ്ട നല്ല ഇഷ്ടപ്പെട്ട പൊന്നിന്. എന്നാ അപ്പോൾ ഇനി അത് കടിച്ച് കുറേ നാളായി ഇമ്പ്രഷൻ, ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇരുന്നോളെ. പിന്നെയെന്ന് വെച്ചാൽ ഒരു സന്തോഷ വാർത്തയുള്ളത്, ഇന്നൊരു ഒരു 20 പെൺകുട്ടിയെ കിട്ടിയായിരുന്നു. സന്തോഷ വാർത്ത എന്നുള്ളത്, ഇന്നൊരു ജോലിക്കാരത്തി വന്നു കേട്ടോ. നമ്മുടെ തന്നെ ഇലാക്കയിലുള്ളതാണ്, അടുത്ത് തന്നെ. കുട്ടി വാടകയ്ക്ക് താമസിക്കണം 4 കൊല്ലമായിട്ട്. അവർ ഇവിടുന്ന് ബിംബൂം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഒത്തിരി 3 മണിക്കൂർ ദൂരെയാണ്. ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നവർ ഇവിടെ വന്ന് ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. അവർ ഹസ്ബൻഡൊക്കെ ഈ ടൈൽസ് പണിക്കൊക്കെ പോവും, മേസ്ത്രിയുടെ ജോലിക്ക് പോവും. ഇവരൊക്കെ ഓരോരോ വീടുകളിൽ പഠിക്കും, അങ്ങനെയാണ്. അപ്പോൾ അവർ ഇവിടെ വന്ന് താമസിച്ചിട്ട് 4 കൊല്ലമായി. അപ്പോൾ ഞങ്ങളെയൊക്കെ അറിയാം. അപ്പോൾ ഇന്നലെ എന്നോട് വന്ന്, ഞാൻ അങ്ങോട്ട് പൂ മേടിക്കാൻ പോയപ്പോഴേ, പൂജയ്ക്ക് വേണ്ടി, ആ കുട്ടി എന്നോട് വന്ന് ചോദിച്ച്, ഇവിടെ അടിച്ചു വരുന്ന ഒരു അങ്കിൾ ഉണ്ടായിരുന്നല്ലോ, ദീപക്കിൻ്റെ കാര്യമാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഏത് അങ്കിള്? അപ്പോൾ ഇവിടെ ഡെയിലി അടിച്ചു വരുന്ന അങ്കിളെ എനിക്കൊരു വീട് പിടിച്ചു തരാമെന്ന് പറഞ്ഞു, നല്ലൊരു വീട്, അതെവിടെയാണെന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു, ആ അങ്കിള് മരിച്ചു പോയല്ലോ മൊഹാലയുടെ അന്ന് എന്ന് പറഞ്ഞു. അശു, നല്ലതായിരുന്നു, നിങ്ങളെ പറ്റിയൊക്കെ പറയാൻ. എനിക്കറിയാം, ഡെയിലി ഞാൻ ആ കുട്ടിയെ കാണുന്നുണ്ട്, പോകുന്നതൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു, നീ പണി ചെയ്യോ? ഇപ്പോൾ എൻ്റെ വീട്ടിൽ ദീപക്കില്ല എന്ന്. ഇപ്പോൾ വരുന്ന പണിക്കാരൊക്കെ ഒരുപാട് റേറ്റും ഒരുപാട് പൈസയും ബസ് ഫെയറും, പിന്നെ നമുക്ക് അത്ര അധികം ബോധിക്കുന്നില്ലായിരുന്നു ഒരുപാട്. അപ്പോൾ ഇതാവുമ്പോൾ നമ്മുടെ ഇലാക്കയിലുള്ള, എൻ്റെ വീടിൻ്റെ 2 അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്നത് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടി വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഈ മാസം അല്ല, ഒരു മാസം നിന്നിട്ട് ഇങ്ങനെ 5-ാം തീയതി ഞാൻ അവരുടെ നാട്ടിൽ അവരുടെ വീട് വെക്കുന്നുണ്ട്. അപ്പോൾ പോയിട്ട് തേച്ചിട്ട് 10 ദിവസം കഴിഞ്ഞ് വരും. ഈ 10 ദിവസം കഴിയുമ്പോൾ വേറെ ആളെ എടുക്കാൻ നിൽക്കരുത്, എൻ്റെ പൈസയും കട്ട് ചെയ്തത് പവി, ഞാൻ വേറെ ആളെ നിൽക്കരുത്, നിങ്ങൾ നല്ല ആൾ. അങ്ങനെ അവൾ ഈ ഇലാക്കയിൽ, ഈ പടയിൽ
അപ്പോൾ അവളുടെ ഭർത്താവ് ഞങ്ങളുടെ ഈ മേളിലത്തെ വീട്, ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് മേസ്തിരിയൊക്കെ ആയിരുന്നു, പണി ചെയ്തായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചപ്പോൾ ആ ഭാവി നല്ലതാണ്, അവർ നല്ല വീട്ടുകാരാണ്, അവർ കറക്റ്റ് പൈസയൊക്കെ തരുന്ന ആളാണ്, ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അവൾ ഭയങ്കര സന്തോഷവതി. ആ കുട്ടി ഇന്ന് തൊട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. രാവിലെ 7 മണിക്ക് വന്ന് മുറ്റമടിക്കും, മടിച്ചു വാരി തുടക്കി 8 മണിക്കുള്ളിൽ തീരും. പിന്നെ 3 മണിക്ക് വന്ന് രണ്ടാമത് പാത്രം കഴുകിയിട്ട് പോകും. അങ്ങനെ 2 നേരവും വന്ന് പാത്രമൊക്കെ കഴുകും. പിന്നെ കുറേ പാത്രമൊക്കെ ജോലിയൊക്കെ ഞാൻ ചെയ്യുന്ന ആളാണ് കേട്ടോ, അതുകൊണ്ട് അവൾക്ക് അത്രയധികം പണിയുണ്ടാവില്ല. ദീപക്കിന് കൊടുക്കുന്നതിനേക്കാൾ കുറച്ച് നമ്മൾ പൈസ കൂടുതൽ കൊടുക്കുന്നതാണ്. അവൾ ഭയങ്കര സന്തോഷവതി. വൈകുന്നേരം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ വിടരുത്, നിങ്ങൾ നല്ല ആളാണെന്നാണ് ഇവിടുത്തെ ആൾക്കാരെല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ ഒരുപാട് പേരെടുത്ത് ചോദിച്ചു, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ പണി ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ, പിന്നെ അതിൻ്റെ ഹെഡ് മേസ്തിരി ഒരുപാട് വർഷങ്ങളായി നിങ്ങളെ അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ഭാവി എന്നെ വിടും. ഞാൻ പറഞ്ഞു അങ്ങനെ വിടൂല, നീ 10 ദിവസം കഴിഞ്ഞ് വരണം കറക്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അടുത്ത 5-ാം തീയതി പോയി കഴിഞ്ഞാൽ അവളൊരു 10-ാം തീയതി 11-ാം തീയതി ഒക്കെ വരുമ്പോൾ വരും. ഒരു 10 ദിവസം അവധിയായിരിക്കും അവളെ വീട്ടിൽ. സാരമില്ല, ഒരു 6 മാസം കൂടുമ്പോൾ നാട്ടിൽ പോകുന്നവരാട്ടോ. എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ 1 മാസമൊക്കെ ഞാൻ പണിയെടുക്കാമെങ്കിൽ എനിക്ക് 10 ദിവസമൊക്കെ എടുക്കാനൊന്നും ഒരു കുഴപ്പമില്ല. ഏതായാലും ഒരാളെ കിട്ടി, നല്ല ഒരു വിശ്വാസമുള്ളവർ. കാരണം ദൂരെയുള്ളവരൊക്കെ വന്നാലേ അവരുടെ ID, അവരുടെ പിന്നെ എത്ര ID എന്നാലും അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തെറ്റ് പറയും, ഫോൺ നമ്പർ തെറ്റ് തരും. എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് ഇവരുടെ വീടൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. ഇത് അടുത്തുള്ളവരാകുമ്പോൾ നമുക്ക് അതൊരു കുഴപ്പമില്ലല്ലോ. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഇലാക്കയിലുള്ള, അതായത് ദീപക്കിൻ്റെയൊക്കെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടിയാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു കുട്ടിയെ കിട്ടി. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് ഈ സന്തോഷ വാർത്തയൊക്കെ അറിയിക്കാൻ വേണ്ടി വന്നാണ്. ഒരുപാട് പേർക്ക് അറിയാമല്ലോ ദീപക്ക് പോയിട്ട് എൻ്റെ വീട്ടിൽ ആരും ഇല്ലാതെ. അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനം കിട്ടി കേട്ടോ. എത്ര ദിവസം എൻ്റെ ശരീരം മുഴുക്ക വേദന എടുക്കണമെന്ന് ഓൾ റൗണ്ട് താഴെ മേസ്തിരിമാർ അടിക്കണം, തുടക്കണം, ഇത് പൂജാപെട്ട്. ഇവിടെ പൂജാ റൂം മാത്രം, ഞാൻ പൂജാ റൂമിൽ ആരെയും കയറ്റാറില്ല, ദീപക്കിനെയും കയറ്റാറില്ലായിരുന്നു. കാരണം പൂജാ റൂമിൻ്റെ എല്ലാ പണിയും തൂക്കലും തുടക്കലൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. ഞാൻ വേറെ ആരെയും കയറ്റാറില്ല. അത് അവൾ വന്നപ്പോഴേ പറഞ്ഞു, അവൾ സ്ത്രീയല്ല, പെൺകുട്ടിയല്ലേ. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ അധികം കയറില്ല പൂജാ റൂമിൽ. ഞാൻ പറഞ്ഞു നീ ചെയ്യണ്ട. നല്ല കുട്ടി, 2 മക്കളുണ്ട്, 8 വയസ്സായ മകളും 10 വയസ്സായ മകനൊക്കെ ഉണ്ട്. അത് നമ്മുടെ വീടിൻ്റെ നേരെയുള്ള സ്കൂൾ ബംഗാളി മീഡിയത്തിൽ പഠിക്കുന്നതാണ്. എല്ലാം കൊണ്ട് നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷ വാർത്തയും കൂടെ അറിയിക്കാനാണ് വന്നത്. പക്ഷെ മോനെ പേടിയാണ് കേട്ടോ. അവൾക്ക് സ്കൂബിയെ ഭയങ്കര പേടിയാണ്. ഇനി വന്ന് പരിചയപ്പെടണം. അവൾ റോഡിലൊക്കെ എൻ്റെ ഹസ്ബൻഡ് വച്ചുകൊണ്ട് നിൽക്കുന്നൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര പേടി. അപ്പോൾ അവൾ ഈ റൂം തുറക്കുമ്പോൾ ഞാൻ മോളുടെ റൂമിലാക്കും, മോളുടെ റൂം തുറക്കുമ്പോൾ ഈ റൂമിലാക്കും. അവനോട് കയറിപ്പൊക്കോ എന്ന റൂമിൽ ആ ചേച്ചിക്ക് പേടിയാണ്, നീ കയറിപ്പൊക്കോ എന്ന് പറഞ്ഞാൽ അവൻ പൊക്കോളും കേട്ടോ. അങ്ങനെയാണേ. അപ്പോൾ അതൊരു പേടിയുണ്ട്. പിന്നെ അവൾ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടല്ലേ വന്ന് ഇനി പരിചയപ്പെട്ടുള്ളൂ. ദീപക്കെന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങളായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് ഇവിടെ ഈ മോനായിട്ട് ഭയങ്കര കൂട്ടും കളിയുമായിരുന്നു. അതുപോലെയല്ലല്ലോ ഇനി അവളൊന്ന് മയങ്ങി എടുത്തൊക്കെ വരണമെങ്കിൽ, അതായത് ഇവനായിട്ട് കുറച്ച് അറ്റാച്ച്മെൻറ്റ് വരണമെങ്കിൽ ഒരു 6 മാസം പിടിക്കും. അത് കാരണം ഇവനെ ഇത്തിരി പേടിയാണ് അവൾക്ക് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഈ കോളിമേൽ അടിക്കുമ്പോൾ തന്നെയാണ് ഞാൻ റൂമിൽ ഇവിടെ കിടന്നോളോ, കട്ടിലിൽ കിടന്നോളൂ. ഈ റൂം തുറക്കുമ്പോൾ ആ റൂമിലാക്കും, ആ റൂം തുറക്കുമ്പോൾ ഈ റൂമിൽ, അങ്ങനെ കേട്ടോ. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പതുക്കെ ഇണങ്ങിക്കോളും അവൻ. അവളുടെയും പേടി മാറിക്കോളും, എൻ്റെയും ആ ഒരു അറ്റാച്ച്മെൻറ്റ് വന്നോളും. അങ്ങനെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വന്നാണ് ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ. മോൻ്റെ കണ്ടോ, നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അത് കണ്ടോ, പിടിച്ച് കിടക്കുന്നത്, സന്തോഷത്തിൽ പിടിച്ച് കിടക്കുന്നതാണ് കണ്ടോ. അത് മേടിച്ച സന്തോഷമാണ് കണ്ടോ. ചേച്ചി മേടിച്ചെന്നില്ല ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ പിടിച്ച് കിടക്കുന്നതാണ്. പുതിയ ടോയൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ, ലൈക്കൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ, ലൈക്കൊക്കെ ചെയ്യണം. ഇച്ചിരി പൊന്നു ഇന്നൊരു ചേച്ചി വന്നിരുന്നു. ആ ചേച്ചിയുടെ പേരെന്നാ, നമിത. പിന്നെ ഞാൻ വീഡിയോ എടുക്കാത്ത എന്താണെന്നറിയാമോ, അങ്ങനെ നമ്മൾ സ്ത്രീയല്ലേ, ഒരു പെൺകുട്ടിയല്ലേ, അവരുടെ വീഡിയോ എടുക്കുന്നതൊന്നും ശരിയല്ല. ദീപക്കെന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിയായിരുന്നു. ഹലോ ഒക്കെ തരുന്നുണ്ട് കേട്ടോ എൻ്റെ ഇടയ്ക്ക്. ദീപക്ക് ഒരു ആൺകുട്ടിയായിരുന്നു, അതുകൊണ്ട് നമുക്ക് എടുക്കാം. ഇവിടെ പെൺകുട്ടിയല്ലേ, അങ്ങനെ എടുക്കുന്നതൊന്നും ചിലപ്പോൾ അവരുടെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെടില്ല. ഹസ്ബൻഡൊക്കെ ഇവിടെ നമ്മളായിട്ട് മിണ്ടുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ അതൊരു മോശമാണ്. പിന്നെ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ അവൾ വെറുതെ പണി ചെയ്യുന്നതൊന്നും കാണിക്കുന്നത് ശരിയല്ലല്ലോ. വെറുതെ നിൽക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം, മോനായിട്ട് കളിക്കുന്നതോ എന്തെങ്കിലും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അങ്ങനെ എന്നോട് ആദ്യമേ എൻ്റെ മക്കൾ പറഞ്ഞു അങ്ങനെ വീഡിയോ എടുക്കരുത്. അതായത് അവളൊരു പെൺകുട്ടി, 28 വയസ്സായ പെൺകുട്ടി. അപ്പോൾ നമ്മളങ്ങനെ വീഡിയോ എടുക്കുന്നത് ശരിയല്ല, മോശമല്ലേ.
നമ്മൾ ദീപക്കിനെ പോലെയല്ല, ദീപക്ക് ഒരു പയ്യനായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ചേച്ചി അതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോ എടുത്ത് വച്ചിട്ടുണ്ട് അവളുടെ ഇത് എൻ്റെ വീട്ടുകാരൊക്കെ കഴിച്ചു കൊടുക്കാൻ. ആരെന്ന് അറിയുക, എല്ലാവരും ചോദിക്കുന്നുണ്ട് നാട്ടിൽ കിട്ടിയോ. പക്ഷെ നമ്മളത് പബ്ലിക്കിൽ ഇടുന്നൊന്നും ശരിയല്ല. പിന്നെ അവൾ എന്തെങ്കിലും വെറുതെ നിൽക്കുമ്പോൾ അതെടുത്ത് ഞാൻ ജസ്റ്റ് ഒന്നൊരു ഫേസ് കാണിച്ചു തരാം. അത് വേറൊരു വീഡിയോയിൽ പണി ചെയ്യുന്നത് ഞാൻ കാണിക്കില്ല കേട്ടോ. അതൊരു ചിലവർക്ക് അതൊരു ഇതായിട്ട് വരാം, അത് വേണ്ട. എന്നാലും ഞാൻ എന്തെങ്കിലും എന്നോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നല്ലൊരു കുട്ടിയാണ്, പാവം. ഒരു 28 വയസ്സുണ്ട്, പാവം കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷം. അവളെ എന്നെ കെട്ടിപ്പിടിച്ചൊക്കെ ഇതുപോലത്തെ ഒരു വീട് എനിക്ക് കിട്ടിയല്ലോ, നല്ലൊരു ആൾക്കാരെ കിട്ടിയല്ലോ. എല്ലാ വീടും ഇങ്ങനെയല്ല. എനിക്ക് നിങ്ങളുടെ അടുത്ത് ദീപക് ഭയ്യ പണി ചെയ്തപ്പോഴേ എനിക്കിവിടെ വരണം എന്നുണ്ടായി. പക്ഷേ അന്ന് ദീപക് ദ പണി ചെയ്യുന്നുണ്ട്, എനിക്ക് വരാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനൊരു സന്തോഷ വാർത്തയുണ്ട്. ഒരു മാസം ഞാൻ ഒത്തിരി ജോലിക്കാർ വന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ. നമ്മുടെ ഇലാക്കയിലുള്ളവർ തന്നെ വേണമെന്നായിരുന്നു എൻ്റെ നിർബന്ധം. അതുപോലെ അത് സത്യത്തിൽ ദീപക്കിൻ്റെ ആത്മാവിനെ എന്നെ എനിക്ക് കൊണ്ടുവന്നെന്ന് തോന്നുന്നു. ദീപക്കിൻ്റെ കാര്യം ചോദിച്ച് തന്നെ അവൾ മിണ്ടി എന്നോട് വന്നു. ഞാൻ വിളിച്ചതല്ല, അവളെ എൻ്റെ അടുത്ത് വന്നതാണ്. 10 പേരെ ഞാൻ നോക്കിയിട്ട് ഒരാൾ ലാസ്റ്റ് എനിക്ക് എൻ്റെ അടുത്ത് തന്നെ വന്ന് ചോദിച്ചു. അതിന് ഏറ്റവും വലിയ ദൈവനിമിത്തം. നല്ലൊരു പെൺകുട്ടി നമ്മുടെ വീട്ടിൽ കിട്ടുക, ജോലിക്കാർ, അതും നല്ലൊരു നിമിത്തം. അപ്പോൾ ഇതൊരു സന്തോഷ വാർത്തയും കൂടെ പറയാനാണ് വന്നത് കേട്ടോ. ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ. കളിയായിരിക്കും. ചേട്ടൻ കുളിക്കുന്ന ബാത്റൂമില്ല, അതാണ് ഈ നോക്കുന്നത്. ചേട്ടനൊക്കെ പോയി കഴിഞ്ഞാൽ കളിയായിരിക്കും. അപ്പം ഇങ്ങനത്തെ എവിടെ പോയി ഇനി മുരിങ്ങയൊക്കെ ഇല്ല കേട്ടോ. അപ്പോൾ അടുത്ത് മുരിങ്ങയൊക്കെ മേടിക്കാൻ നോക്കണടാ കള്ള. നമ്മുടെ വീട്ടിൽ വന്ന കൊച്ചിൻ്റെ പേര് നമിത എന്നാണ്. ഞാൻ അവനോട് പേര് പറഞ്ഞ് പഠിപ്പിക്കണം, ഇല്ലെങ്കിൽ അവളായിട്ട് അറ്റാച്ച്മെൻ്റ് ആവൂലേ. ഞാൻ ഇവനോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കേ, ഞാൻ മുരിങ്ങയൊക്കെ മേടിച്ചുകൊണ്ട് വരട്ടെ. മുരിങ്ങയൊക്കെ ആ വണ്ടിക്കാരൻ്റെ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ തന്നെ. അപ്പോൾ അച്ഛനൊക്കെ കിടന്ന് ഉറങ്ങുന്നേ. അച്ഛന് സുഖമില്ല, ഇച്ചിരി വയറിന് പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇവൻ കാണാനില്ല. നോക്കിയപ്പോൾ വന്ന് ടെറസിൻ്റെ മുകളിൽ നിൽക്കുന്നതായി കാണുന്നത്. എവിടെയാണ് ആൻറ്റിയോ? ആൻറ്റി ഇല്ല അവിടെ. വാ മോനിവിടെ ഇരുന്നോട്ടെ, മമ്മ ഓടി വരാം. ഈ ഗേറ്റിൻ്റെ അവിടെ നിന്ന് മുരിങ്ങയൊക്കെ മേടിച്ചോണ്ട് വരട്ടെ. വഴക്കിട്ട് വന്ന് ഇവിടെ നിൽക്കുന്നതാണോ? അവിടെ ആളെ കാണാനില്ല. ബാ ബാ. നമിത ചേച്ചി പോയി, നമിത ദീദി പോയി. നമിത എവിടെ? നമിത എവിടെ? അപ്പൂപ്പ അപ്പൂപ്പനെ കണ്ടിട്ടാട്ടോ മുറുകുന്നത്. അപ്പൂപ്പനെ കണ്ടിട്ടാ അതെ ഓടി. അപ്പൂപ്പനെ കണ്ടിട്ടാ മുറുകുന്നത്. അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞു നോക്കണം. ആ ചേട്ടനുണ്ടോ? അപ്പൂപ്പനുണ്ടോ? എന്താ അപ്പൂപ്പ? എൻ്റെ അപ്പൂപ്പ. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ പുതിയ ഒരു ബോൺ മേടിച്ചു. ഇനിയിപ്പോൾ ബെഡ് എത്തും, കുറച്ച് ദിവസത്തിനുള്ളിൽ ബെഡ് എത്തും കേട്ടോ. നമ്മുടെ കടയിലൊന്ന് നോക്കിയിട്ട് അവർ തണുപ്പ് സീസണിൽ വരുള്ളൂ എന്ന്. അവൻ നമ്മുടെ കട്ടിലാണ് കിടക്കുന്നത്, എന്നാലും ബെഡ് ഒന്ന് അവൻ തറയിലൊക്കെ ഇരിക്കുമ്പോഴേ ഒന്ന് ഇരിക്കാൻ ഇരുന്നോട്ടെ. അമ്മ പൂവും മേടിച്ച് മുരിങ്ങയൊക്കെ മേടിച്ചുകൊണ്ട് വരട്ടെ. വഴക്കൊന്നും കൂടരുതേ. ഇതേ ചേച്ചിയുടെ റൂമിൽ അച്ഛയുടെ റൂമിലായിരുന്നു. നമിത രാവിലെ വന്ന് തൂത്ത് തുടച്ചിട്ടൊക്കെ പോയി. 8 മണിക്കുള്ളിലുള്ള അടിയും തുടയും മുറ്റടിയൊക്കെ കഴിയും കേട്ടോ. അവിടെ ഇരുന്നോ പോലെ, അവിടെ ഇരുന്നോ. അമ്മ ഓടി വരാതെ. പൂ മേടിക്കണ്ടേ? തമ്പായി തോഴാൻ. തമ്പായി തോഴാൻ പൂ മേടിച്ചുകൊണ്ട് വരട്ടെ. അവിടെ നമ്മളെ മുരിങ്ങയൊക്കെ മേടിക്കാൻ പോയതാണ്. 10 വണ്ടിക്കാരന്മാരുണ്ട്, പച്ചക്കറിക്കാരവിടെ നിന്നുണ്ട്. 10 പേരിലും മുരിങ്ങയൊക്കെയല്ല. ഇന്നലെ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഇരിക്കുന്നതാണ് കേട്ടോ. ഒത്തിരി അവിയൽ വെക്കാനായിരുന്നു, പക്ഷെ ഇല്ല. ചേനയും ഇല്ല, മുരിങ്ങക്കായും ഇല്ല. അപ്പോൾ അതൊന്നും ഇല്ലാത്ത ഒരു അവിയലുണ്ടാക്കാം അല്ലേ? അല്ലാതെ എന്ത് ചെയ്യാനാ? ഇഷ്ടംപോലെ പച്ചക്കറിക്കാരുണ്ട്, പക്ഷേ അവിടെ ഒന്നും ഇല്ല. ഇനി മാർക്കറ്റിൽ പോയാൽ കിട്ടും. അത് വില കൂടിയതിൻ്റെ അവന്മാർ വിൽക്കാൻ കൊണ്ടുവന്നില്ല കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറൊക്കെ കമൻറ്റൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ പ്ലീസ്. കുഞ്ഞു വീഡിയോ. എൻ്റെ മോനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ പേരില്ലേ? ഉണ്ടല്ലോ. മെസ്സേജ് ചെയ്യണേ. ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്യണേ, എൻ്റെ മോനെ കാണണ്ടേന്ന്.